സിവിൽ എഞ്ചിനീയറിംഗ്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതുപോലെ ഒരു സാധനമാണ് ഇലക്ഷൻ എഞ്ചിനീയറിംഗ്. ഇത് പക്ഷേ കേരളത്തിൽ ഒരു എഞ്ചിനീയറിംഗ് കോളേജിലും പഠിപ്പിക്കുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. ഇലക്ഷൻ എഞ്ചിനീയറിംഗിൽ ബി.ടെക് പാസ്സായവരോ എം.ടെക് പാസ്സായവരോ ഒന്നും നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല. ഇത് സത്യം പറഞ്ഞാൽ ഈ എഞ്ചിനീയറിംഗ് എന്നുള്ള പേര് പറഞ്ഞേക്ക് മുമ്പ് തന്നെ നമ്മുടെ നാട്ടിൽ പ്രാവർത്തികമാക്കിയ ചില പ്രതിഭകളെ എനിക്കറിയാം. ഒരാൾ നമ്മുടെ പ്രൊഫസർ കെ.വി. തോമസ് മാഷാണ്. അദ്ദേഹം ഇതിൻ്റെ ചില ബാലപാഠങ്ങൾ പഠിച്ച് പല തിരഞ്ഞെടുപ്പുകളും പയറ്റി വിജയിച്ചിട്ടുള്ള ആളാണ്. പിന്നെ സാമാന്യം നന്നായിട്ട് നടത്തിയിട്ടുള്ള ഒരാൾ വി.കെ. ഇബ്രാഹിം കുഞ്ഞാണ് നമ്മുടെ നാട്ടിൽ. അദ്ദേഹത്തിൻ്റെ വിജയരഹസ്യം ഇലക്ഷൻ എഞ്ചിനീയറിംഗ് ആയിരുന്നു. അല്ലാണ്ട് കളമശ്ശേരി മണ്ഡലത്തിൽ അല്ലെങ്കിൽ മട്ടാഞ്ചേരി മണ്ഡലത്തിൽ ലീഗുകാരോ കോൺഗ്രസ്സുകാരോ മാത്രം വോട്ടായിരുന്നില്ല. അപ്പോൾ ഇത് കാലാകാലങ്ങളിൽ പലരും പല രീതിയിൽ ലളിതമായ രീതിയിൽ പയറ്റിക്കൊണ്ടിരുന്നതാണ്. പക്ഷേ ഇലക്ഷൻ എഞ്ചിനീയറിംഗ് വലിയൊരു സാങ്കേതിക ശാസ്ത്ര ശാഖയാക്കി വികസിപ്പിച്ച് അതിൻ്റെ പരമകാഷ്ഠയിലെത്തിച്ച ആളാരെന്ന് വെച്ചാൽ നമ്മുടെ ഇപ്പോഴത്തെ ആഭ്യന്തരമന്ത്രി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി, ബി.ജെ.പിയുടെ സമുന്നത നേതാവുമായ അമിത്ഷായാണ്. ഈ അമിത്ഷായെ ആളുകൾക്ക് വലിയ ബഹുമാനമില്ല. നരേന്ദ്രമോദിയെ ആദരിക്കുന്നവർ പോലും അമിത്ഷായെ ഏതോ ഒരു തടിയൻ, നമ്മുടെ മുഖ്യൻ തന്നെ പറഞ്ഞല്ലോ, വെള്ളക്കേടുള്ള ശരീരമാണ്, അമിത്ഷായെ കണ്ടാലൊന്നും ആരും പേടിക്കുകയില്ല. ഈ മുഖ്യനിപ്പോൾ അമിത്ഷായെ രാത്രി ദുസ്വപ്നം കണ്ട് ഞെട്ടുവിടാത്ത ദിവസങ്ങളില്ല എന്നാണ് പറയുന്നത്. അതുപോട്ടെ, അത് വേറെ വിഷയമാണ്. ഇ.ഡിയുടെ വിഷയം, ഇൻകം ടാക്സിൻ്റെ വിഷയം, അല്ലെങ്കിൽ NIAയുടെ വിഷയം, CBIയുടെ വിഷയം. ആ വിഷയമല്ല ഞാനിവിടെ പറയുന്നത്. ഇലക്ഷൻ എഞ്ചിനീയറിംഗ് എന്നൊരു ശാഖ വല്ലാതെ വികസിപ്പിച്ച് ഒരു വലിയ നിലയിലെത്തിച്ച ആളാണ്. പക്ഷേ എന്ന് വെച്ചാൽ ഖരഗ്പൂർ IITയിലോ കാൺപൂർ IITയിലോ മദ്രാസ് IITയിലോ ഒരു സ്ഥലത്തും ഇലക്ഷൻ എഞ്ചിനീയറിംഗ് പഠിപ്പിക്കുന്നില്ല. അത് അമിത്ഷായ്ക്കും അദ്ദേഹത്തിൻ്റെ സിൽബന്തികൾക്ക് മാത്രം അറിയുന്ന ഒരു സംഗതിയാണ്. ഇതിൻ്റെ ഒരു രീതി അങ്ങനെ വെച്ചാൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം നിങ്ങൾ പത്രത്തിൽ വായിച്ചു, ഗുജറാത്തിലെ സൂററ്റ് മണ്ഡലത്തിൽ മത്സരിക്കാനായിട്ട് നോമിനേഷൻ കൊടുത്ത ഒരു കോൺഗ്രസ്സുകാരൻ, അയാളും അയാളുടെ ഡമ്മിയും അവരുടെ നോമിനേഷൻ പേപ്പർ തള്ളിപ്പോകത്തക്ക രീതിയിലാണ് ഇത് ഫയൽ ചെയ്തത്. നോമിനേഷനിൽ ഒപ്പിട്ട നാമനിർദ്ദേശം ചെയ്ത ആളുകൾ ഇത് ഞങ്ങളുടെ ഒപ്പല്ല എന്ന് പറഞ്ഞ് സത്യവാങ്മൂലം കൊടുക്കുകയും സ്ഥാനാർത്ഥി അതിന് മറുത്ത് പറയാതിരിക്കുകയും അങ്ങനെ നോമിനേഷൻ തള്ളിപ്പോയിച്ചു. സ്ഥാനാർത്ഥിയുടെ തള്ളിപ്പോയി, ഡമ്മിയുടെ തള്ളിപ്പോയി. ഡമ്മിയെ കൊണ്ടുവന്നതും സ്ഥാനാർത്ഥി തന്നെയായിരുന്നു, പാർട്ടിക്കാരല്ല. എന്ന് മാത്രമല്ല, ആ മണ്ഡലത്തിൽ നോമിനേഷൻ കൊടുത്ത എല്ലാ സ്വതന്ത്രന്മാരും ബഹുജൻ സമാജ് പാർട്ടിയുടെ സ്ഥാനാർത്ഥിയും നോമിനേഷൻ പിൻവലിച്ചു. അങ്ങനെ സൂററ്റിൽ BJP സ്ഥാനാർത്ഥി എതിരില്ലാതെ ജയിച്ചതായിട്ട് പ്രഖ്യാപിച്ചു. ഇങ്ങനെ എതിരില്ലാതെ ജയിക്കലൊക്കെ അത്ര അപൂർവമായി മാത്രം നടക്കുന്നൊരു കാര്യമാണ് നമ്മുടെ നാട്ടിൽ. അങ്ങനെ സൂററ്റിൽ BJP ജയിച്ചു. ഇനി സൂററ്റ് പോലെ BJPയുടെ ശക്തി കേന്ദ്രത്തിൽ കോൺഗ്രസ്സുകാരൻ മത്സരിച്ചാൽ എന്ത് ഫലം എന്നുള്ള വേറെ ചോദ്യമാണ്. എങ്കിലും അങ്ങനെയല്ല. ഇപ്പോൾ മലപ്പുറത്ത് മാർക്സിസ്റ്റുകാർ മത്സരിക്കില്ലേ, വയനാട്ടിൽ CPI മത്സരിക്കില്ലേ? അതുപോലെ മത്സരിക്കാൻ വേണ്ടിയിട്ടെങ്കിലും ഒരു മത്സരം നടത്താനാണ് ഒരാളെ കോൺഗ്രസ്സുകാർ ബുദ്ധിമുട്ടി കണ്ടുപിടിച്ച് സ്ഥാനാർത്ഥിയാക്കി കൊണ്ടുവന്ന് അയാൾ നോമിനേഷൻ തള്ളിപ്പോയതിന് ശേഷം പുള്ളി BJPയിൽ ചേർന്നു എന്ന് കേട്ടു. ചേർന്നു ഇല്ലെന്ന് എനിക്കറിയില്ല. അങ്ങനെ ഒരു സംഭവം സൂററ്റിലുണ്ടായത്. കഴിഞ്ഞ ദിവസം ഇൻഡോറിലും അത് തന്നെ ആവർത്തിച്ചു. ഇൻഡോറിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി നാമനിർദ്ദേശ പത്രിക പിൻവലിച്ച് ജീവൻ കൂട്ടി രക്ഷപ്പെട്ടു. അതങ്ങനെ സംഭവിച്ചു എന്ന് വെച്ചാൽ കൃത്യമായ പ്രതിഫലം അദ്ദേഹത്തിന് കിട്ടി എന്ന് വേണം വിചാരിക്കാൻ. ഇൻഡോറും ഈ പറഞ്ഞ പോലെ സ്ഥിരമായി BJP ജയിച്ചുകൊണ്ടിരിക്കുന്ന സീറ്റാണ്. അവിടെ തെരഞ്ഞെടുപ്പ് നടത്തിയാലും BJPയെ ജയിക്കുള്ളൂ, അത് വേറെ കാര്യം. എന്നാലും കോൺഗ്രസ് സ്ഥാനാർത്ഥി നാമനിർദ്ദേശ പത്രിക പിൻവലിക്കുമ്പോൾ അതുണ്ടാക്കുന്ന ഒരു ആഘാതം എന്ന് പറഞ്ഞാൽ ഭയങ്കരമാണ്. ഒരു സ്ഥാനാർത്ഥിയെ പോലും കണ്ടുപിടിക്കാൻ പറ്റാത്ത, മത്സരിപ്പിക്കാൻ പറ്റാത്തൊരു പാർട്ടിയാണ് കോൺഗ്രസ്. അല്ലെങ്കിൽ സ്ഥാനാർത്ഥിയെ പോലും പത്രിക പിൻവലിച്ച് എതിർ പാർട്ടിയിൽ ചേരാൻ പാകത്തിന് അത്ര ദുർബലമാണ് പാർട്ടി എന്ന ഒരു സന്ദേശം അത് കൊടുക്കും. അത് ഇൻഡോറിലാണെങ്കിലും കൊടുക്കും, സൂററ്റിലാണെങ്കിലും കൊടുക്കും, എവിടെയാണെങ്കിലും കൊടുക്കും. ഇനി ഇതുപോലുള്ള വേലത്തരങ്ങൾ മറ്റ് മണ്ഡലങ്ങളിലും നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷേ ശരിക്കുള്ള ഇലക്ഷൻ എഞ്ചിനീയറിംഗ് ഇതല്ല. ഇത് എഞ്ചിനീയറിംഗിൻ്റെ ഒരു ആപ്ലിക്കേഷൻ മാത്രമാണ്. ശരിക്കുള്ള എഞ്ചിനീയറിംഗ് എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു സ്ഥാനാർത്ഥിയെ മത്സരിക്കും. BJPയുടെ സ്ഥാനാർത്ഥി എങ്ങനെ തീരുമാനിക്കും? ഒരു മണ്ഡലത്തിൽ ഇപ്പോൾ തൃശ്ശൂർ മണ്ഡലമുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ആലത്തൂരോ പാലക്കാടോ ആണ്. പാലക്കാട് മണ്ഡലമാണ് വിചാരിക്കുക. പാലക്കാട്ട് അവർ നോക്കും എത്ര ഹിന്ദുക്കൾ, എത്ര ക്രിസ്ത്യാനികൾ, എത്ര മുസ്ലിങ്ങൾ, അതിൻ്റെ ഒരു കണക്കെടുക്കും. എന്നിട്ട് അവിടെ ഏത് സമുദായക്കാരാണ് കൂടുതൽ ഉള്ളത് എന്ന് നോക്കും. അപ്പോൾ നായർ ഇത്ര, ഈഴവ ഇത്ര, വിശ്വകർമ്മ ഇത്ര, ധീവര ഇത്ര, സിറിയൻ കത്തോലിക്കന് ഇത്ര, ലത്തീൻ കത്തോലിക്കന് ഇത്ര, ആ കണക്കെടുക്കും. എന്നിട്ട് ഏത് വിഭാഗത്തിലുള്ള സ്ഥാനാർത്ഥിയാണ് എതിർഭാഗത്തു നിന്ന് വരുന്നതെന്ന് നോക്കും. അപ്പോൾ എതിർ സ്ഥാനാർത്ഥി B.K. ശ്രീകണ്ഠൻ, അദ്ദേഹം നായർ സമുദായാംഗമാണ്. അപ്പോൾ നമ്മുടെ ഭാഗത്തു നിന്നുള്ള സ്ഥാനാർത്ഥി ആരായിരിക്കണം ആലോചിക്കും. അവിടെ തീയ സമുദായക്കാർ ഇത്രയുണ്ട്, നായന്മാർ ഇത്രയുണ്ട്, നമ്മുടെ സമുദായക്കാർ നമ്മുടെ പാർട്ടിക്ക് വോട്ട് ചെയ്യുന്നത് ഇന്ന സമുദായത്തിൽ നിന്ന് ഇത്ര %ആണ്. എനിക്ക് കൃത്യമായ കണക്കുണ്ട്, വെറുതെ അല്ല. അത് വെച്ചിട്ട് ഒരു എതിർ സ്ഥാനാർത്ഥിയെ തീരുമാനിക്കും.
അതുകൊണ്ട് കഴിഞ്ഞില്ല. പാലക്കാട് പോലത്തെ മണ്ഡലത്തിലല്ല, വടക്കേ ഇന്ത്യയിലൊക്കെ സാധാരണ ചെയ്യണമെന്ന് വെച്ചാൽ അവിടെ മുസ്ലിങ്ങൾക്ക് നല്ല പ്രാബല്യം ഉണ്ടെന്ന് വിചാരിക്കും. ഒരു 20% മുസ്ലിങ്ങളുണ്ടെങ്കിൽ മുസ്ലിം സമുദായക്കാരനായ ഒരാളെ കണ്ടുപിടിക്കും, ഒരു മുനിസിപ്പൽ കൗൺസിലർ, പഞ്ചായത്ത് വൈസ് പ്രസിഡൻറ്റ് കണ്ടുപിടിച്ച് അയാൾക്ക് സാമാന്യമായിട്ട് പൈസ കൊടുക്കും. എന്നിട്ട് ഇവനെ വല്ല NCPയുടെ സ്ഥാനാർത്ഥിയായിട്ട് അവതരിപ്പിക്കും, അല്ലെങ്കിൽ ബഹുജൻ സമാജ് പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായിട്ട് ആന അടയാളത്തിൽ. എന്നിട്ട് ഇയാളുടെ കുറേ പോസ്റ്റുകൾ BJPയുടെ ഓഫീസിൽ നിന്ന് അടുപ്പിച്ചു കൊടുക്കും. അത് BJPക്കാർ തന്നെ കൊണ്ടുപോയിട്ട് മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ ഒട്ടിക്കും, നമ്മുടെ സമുദായക്കാരനായ സോ. അപ്പോൾ കുറച്ച് സമുദായ സ്നേഹികളായ കൂട്ടി അന്യതാ കോൺഗ്രസ് കിട്ടുമായിരുന്ന അത്രയും വോട്ട് ഇവർ ഭിന്നിപ്പിക്കും. അങ്ങനെ BJPയുടെ ജയസാധ്യത വർദ്ധിപ്പിക്കും. അങ്ങനെ ഈ മുസ്ലിം ഭൂരിപക്ഷ മണ്ഡലങ്ങളിലൊക്കെ BJP ജയിക്കുന്നത്. റാംപൂർ പോലെയുള്ള മണ്ഡലങ്ങളിൽ 60% മുസ്ലിങ്ങളാണ്, പക്ഷേ ജയിക്കുന്നത് BJP ആയിരിക്കും. കാരണം സമാജ്വാദി പാർട്ടിയുടെ സ്ഥാനാർത്ഥി മുസ്ലിം ആയിരിക്കും, ബഹുജൻ സമാജിൻ്റെ പാർട്ടി മുസ്ലിം ആയിരിക്കും, കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി മുസ്ലിം ആയിരിക്കും. ഹിന്ദുക്കളുടെ മൊത്തം വോട്ട് BJP പിടിക്കും, BJP ജയിക്കും. ഇതാണ് അവിടുത്തെ ഒരു രീതി. അപ്പോൾ ഇങ്ങനെയുള്ള പരിപാടിക്കാണ് നമ്മൾ ഇലക്ഷൻ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. ഈ കലയാണ് സത്യത്തിൽ, ഈ ശാസ്ത്രമാണ് BJPയെ വിജയിപ്പിക്കുന്നത്. അല്ലാണ്ട് വോട്ടിംഗ് യന്ത്രത്തിൽ നടത്തുന്ന തിരിമറിയല്ല. ഒരു തിരിമറിയും കൂടാതെ ഇതുപോലുള്ള അഭ്യാസങ്ങൾ പയറ്റിക്കൂട്ടി എതിർ സ്ഥാനാർത്ഥിയെ തന്നെ നിഷ്പ്രഭനും നിസ്തേജനുമാക്കിക്കൊണ്ട് സാമുദായികമായ ചേരിതിരിവുണ്ടാക്കിക്കൊണ്ട് ഇവരെ പിന്തുണക്കാൻ സാധ്യതയുള്ള വിഭാഗത്തിൽ നിന്നുള്ള ആളുകളെ സ്ഥാനാർത്ഥികളാക്കിക്കൊണ്ട് ആ വോട്ടുകൾ ഭിന്നിപ്പിച്ചുകൊണ്ട് അങ്ങനെയാണ് പലപ്പോഴും ജയിക്കുന്നത്, എല്ലായ്പ്പോഴും അല്ല. പക്ഷേ ഈ കലാപരിപാടിക്ക് അമിത്ഷായും സംഘവും കൊടുത്തിട്ടുള്ള പേരാണ് ഇലക്ഷൻ എഞ്ചിനീയറിംഗ്. അപ്പോൾ ഈ എഞ്ചിനീയറിംഗിൻ്റെ പല തലങ്ങളുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ സൂററ്റിലും അതുപോലെ ഇൻഡോറിലുമൊക്കെ സ്ഥാനാർത്ഥികളെ തന്നെ വിഴുങ്ങിയത്. ഇനി ജയിച്ചു വരുന്നവരെ പിടിക്കുന്ന വേറെ എഞ്ചിനീയറിംഗ് ഉണ്ട്. അത് ഇലക്ഷൻ എഞ്ചിനീയറിംഗ് അല്ല, അത് കഴിഞ്ഞിട്ടുള്ള എഞ്ചിനീയറിംഗ് ആണ്. ഗോവയിലും മറ്റുമൊക്കെ നടത്തിയ പോലെ, അല്ലെങ്കിൽ അരുണാചൽ പ്രദേശിൽ നടത്തിയ പോലെ, ഉത്തരാഖണ്ഡിൽ നടത്തി വിജയിക്കാൻ പറ്റാതെ പോയ കലാപരിപാടി. കുറേ പേര് അൺഅറ്റാച്ച്ഡായി പോയി എന്ന് മാത്രം. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കലാപരിപാടികൾക്കാണ് നമ്മൾ, അല്ലെങ്കിൽ ശാസ്ത്രീയ നിരീക്ഷണങ്ങൾക്കാണ് ഇലക്ഷൻ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിലേക്ക് വരുന്നത് തിരുവനന്തപുരത്ത് മത്സരിക്കുന്ന BJP സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖറാണ്. പുള്ളി ഏതാണ്ട് ഇതേ രീതിയിലുള്ള, ഇത്രയും തീവ്രമായിട്ടല്ല, ഇലക്ഷൻ എഞ്ചിനീയറിംഗ് ആണ് അവിടെ പയറ്റിയിട്ടുള്ളത്. അതിൻ്റെ വിശദാംശങ്ങൾ താൽക്കാലം ഇവിടെ പറയുന്നതിന് ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ അദ്ദേഹം, ഞാൻ മനസ്സിലാക്കിയ ശരിയാണെങ്കിൽ, ഒരു എഞ്ചിനീയറിംഗ് ബിരുദധാരിയാണ്. ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിൽ പോയി പഠിച്ചിട്ടുള്ളതാണ്. പ്രബലനാണ്, ധനവാനാണ്. അദ്ദേഹത്തിൻ്റെ നാമനിർദ്ദേശ പത്രികയിൽ കുറച്ച് പൈസ കുറവായിട്ടാണ് കൊടുത്തേക്കണതെങ്കിൽ പോലും ആൾ വളരെ സമ്പന്നനാണ്, സ്വാധീന ശക്തിയുള്ള ആളാണ്. അദ്ദേഹം ഈ പറഞ്ഞ രീതിയിലുള്ള എഞ്ചിനീയറിംഗ് അവിടെ പയറ്റിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. തിരുവനന്തപുരത്തെ നിതാന്ത ദരിദ്രരായ പല കോൺഗ്രസ്സുകാർക്കും ഈ ഇദ്ദേഹം ഉദാരമായ സഹായ സഹകരണങ്ങൾ ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം CPMകാർക്കും അദ്ദേഹത്തിൻ്റെ സൗജന്യ മാധുര്യം അനുഭവിക്കാനുള്ള അവസരം ഉണ്ടായിട്ടുണ്ട്. പ്രധാനപ്പെട്ട പത്രങ്ങൾക്കൊക്കെ പരസ്യം കിട്ടിയിട്ടുണ്ട്. പ്രധാനപ്പെട്ട ലേഖകന്മാർക്കൊക്കെ അതനുസരിച്ചുള്ള മറ്റ് ലഭ്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തിരുവനന്തപുരത്തുള്ള വിവിധ സമുദായ സംഘടനാ നേതാക്കന്മാർക്ക്, മതമേലധ്യക്ഷന്മാർക്ക്, വൈദികർക്ക്, സകല വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കും ഉദാരമായ സഹായ സഹകരണങ്ങൾ ലഭിച്ചിട്ടുണ്ട്. പിന്നെ ഇദ്ദേഹം വരുമ്പോൾ തന്നെ അവിടെ വലിയൊരു അന്തരീക്ഷം പുള്ളി ഉണ്ടാക്കി. ഇന്ന രാജീവ് ജയിക്കാൻ പോകും, അതിഗംഭീരമായ പോസ്റ്ററുകൾ, ഇതുവരെ കേരളം കാണാതിരുന്ന പ്രചാരവേല, തിരുവനന്തപുരത്തിൻ്റെ പുരോഗതി എന്നൊരു വലിയ സങ്കല്പം മുന്നോട്ട് വെക്കും. അതുകൂടാതെ ഒരു മുദ്രാവാക്യം തന്നെ ഉണ്ടാവും, ഇനി കാര്യം ശരിയാവും എന്നുള്ളതാണ് പുള്ളിയുടെ പ്രചരണ മുദ്രാവാക്യം. ഇതുപോലെയൊക്കെയുള്ള അഭ്യാസങ്ങൾ അവിടെ ഭയങ്കരമായിട്ട് പയറ്റിയിട്ടുണ്ട്. പക്ഷേ എതിർ സ്ഥാനാർത്ഥി തരൂരാണ്. ഇതുപോലൊന്നും പയറ്റാതെ തന്നെ ജയിക്കാൻ പറ്റിയ ഒരാളാണ് തരൂർ എന്നുള്ളതുകൊണ്ട് അദ്ദേഹത്തെ തോൽപ്പിക്കുക എളുപ്പമല്ല. പക്ഷേ തിരുവനന്തപുരത്തെ റിസൾട്ട് അറിയാൻ നമ്മൾ വളരെ താല്പര്യപൂർവ്വം കാത്തിരിക്കുകയാണ്. കാരണം ഇലക്ഷൻ എഞ്ചിനീയറിംഗ് എന്തുമാത്രം വിജയിച്ചു എന്ന് നമുക്കത് വോട്ടെണ്ണി കഴിഞ്ഞാലേ പറയാൻ പറ്റുകയുള്ളൂ. പക്ഷേ ഒരു വലിയ അന്തരീക്ഷം ഉണ്ടാക്കാനായിട്ട് രാജീവിന് സാധിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ ആരും സംശയമില്ല. ഇലക്ഷൻ എഞ്ചിനീയറിംഗ് തിരുവനന്തപുരത്ത് എന്തുമാത്രം ഫലിച്ചു എന്നറിയില്ല. പക്ഷേ വൈകാതെ സംസ്ഥാനത്ത് 20 മണ്ഡലങ്ങളിലും ഇതുപോലെയുള്ള എഞ്ചിനീയറിംഗ് തന്നെ നടക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയത്തിനും അവകാശമില്ല. ഒരു മാറ്റത്തിൻ്റെ തുടക്കമാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.